നമുക്ക് ഒരു അടിപൊളി കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാവേ. അതിന് വേണ്ടി കൊഞ്ച് നമ്മൾ വൃത്തിയായിട്ട് കഴുകി എല്ലാം റെഡിയാക്കി വെക്കണം. അതിൻ്റെ മേളത്തെ നൂലെല്ലാം വലിച്ച് എല്ലാം കളഞ്ഞിട്ട് നീറ്റാക്കി വെച്ചേക്കുന്ന കൊഞ്ചാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മുളക് പൊടി ഇടണം. അതിനുശേഷം നമുക്കിതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അതിന് മുമ്പ് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിക്കണം. എന്നിട്ടെല്ലാം മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു കുറച്ച് സമയത്തേക്ക് ഒരു ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വയ്ക്കണം. ഞാനൊരു 2 മണിക്കൂറോളം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രയും കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെക്കുന്നോ അത്രയും നല്ലതാണ്. അത്രയും നല്ലതായിട്ട് കൊഞ്ചിലെല്ലാം കൊഞ്ചിലെല്ലാം പിടിക്കും. ഇനി അത് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ കൊഞ്ച് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് അതിന് ടേസ്റ്റ്. സാധാരണ ഓയിൽ ഒഴിക്കുന്നതിനേക്കാളും നല്ലത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചെടുത്തിടാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് മുഴുവൻ നമുക്കതിലേക്ക് എടുത്തിടാം. അതിനുശേഷം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. അങ്ങനെ ഒരു 5-8 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ തീയിട്ടിട്ട് നമുക്ക് ഇത് മുരിച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഏകദേശം ഒരു സൈഡ് മുരിഞ്ഞ് കിട്ടും. വീണ്ടും നമുക്കത് ഓരോന്നും തീ കുറച്ച് വെച്ചതിന് ശേഷം ഓരോന്നും നമുക്ക് മറിച്ചിടാം. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ നന്നായിട്ട് കുറയ്ക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 2 തക്കാളി നീളത്തിലരിഞ്ഞിടണം, 2 സവോള നീളത്തിലരിഞ്ഞത്, അത് രണ്ടും ചേർക്കാം. പിന്നീട് അതിലേക്ക് ചേർക്കേണ്ടത് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് നമുക്ക് കുറച്ചൊന്ന് വറുത്തെടുക്കാനുള്ള ആവശ്യത്തിനൊക്കെയുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പിന്നെ നമ്മൾ ചെറിയ തീയിലേക്ക് ഇതിടുകയാണ്. ചെറിയ തീയിലേക്ക് നമുക്കിതിട്ടതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. തീ കൂട്ടുകയേ ചെയ്യരുത്. തീ വളരെ കുറച്ച് വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പം അതെല്ലാം നന്നായിട്ട് സവോള തക്കാളി എല്ലാം നന്നായിട്ട് വഴന്നായിട്ട് കിട്ടും. പിന്നീട് നമുക്ക് കുറച്ച് സമയം തീ കുറച്ച് ഇതുപോലെ ഒരു 5 മിനിറ്റും കൂടെ വെറുതെ മൂടി വെക്കുകയൊന്നും വേണ്ട, വെറുതെ തുറന്ന് തന്നെ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇതുപോലെ നല്ല റെഡിയായിട്ട് കിട്ടും. എല്ലാം നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ച് റോസ്റ്റാണിത്. ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.